ഓർമ്മകൾ ഉണ്ടായിരിക്കണം. ചലച്ചിത്ര സംവിധായകൻ ടി വി ചന്ദ്രൻ മാത്രമല്ല ഇത് പറയുന്നത്. എപ്പോഴും നല്ല ആൾക്കാരൊക്കെ പറയണം, വന്ന വഴി മറക്കരുത്, കുട്ടിക്കാല ഓർമ്മകൾ വേണം. കുട്ടിക്കാലത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ നിരന്തരം പറയുന്നവരാണ് മുതിർന്ന ആളുകൾ. 90 വയസ്സുള്ള ആളുകൾ പോലും കുട്ടിക്കാലത്തെക്കുറിച്ചും മഴയത്ത് കുടയില്ലാതെ പള്ളിക്കൂടത്തിൽ പോയതും അങ്ങനെ അതിനെക്കുറിച്ചൊക്കെ വാദോരാതെ സംസാരിക്കും നമ്മൾ കേട്ടിട്ടുണ്ട്. ചിലപ്പോൾ അവർ സംസാരിച്ച് നമ്മളെ ബോറടിപ്പിച്ചൊന്നും വരാം. ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ എന്ത് കുട്ടിക്കാലം, അതൊക്കെ നമ്മുടെ കുട്ടിക്കാലമായിരുന്നു. പറമ്പിലെ നാട്ടുമാവും കുളവും പാടത്തെ കളിയും എന്നൊക്കെ പറഞ്ഞ് ആസ്വദിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കും. അത് മാത്രമല്ല, ആ കുട്ടിക്കാലത്തേക്ക് കടന്നു പോകാനും കുട്ടിക്കാലത്തേക്ക് മടങ്ങാനുള്ളൊരു കുട്ടിത്തൂങ്ങി പ്രായമുള്ള ആൾക്കാരിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. കാരണം അവർ ഈ 10, 80, 75 വയസ്സൊക്കെ ഉള്ള ആൾക്കാർ തൻ്റെ കുട്ടിക്കാലത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ അവർ പെട്ടെന്നൊരു കുട്ടിയായി മാറുന്നതും നമ്മൾ കാണും. വളർന്ന് വലുതായാൽ പിന്നെ സ്വന്തം ഉള്ളിലെ കുട്ടിയെ നമ്മൾ പലപ്പോഴും അടക്കിയിരുത്താൻ ശ്രമിക്കുന്ന ആൾക്കാരുണ്ട്. നിൻ്റെ കുട്ടിക്കളി ഇതുവരെ മാറിയില്ലേ എന്ന് ശകാരിക്കുന്ന ആൾക്കാരെ നമുക്കിടയിലുണ്ട്. എന്നാൽ നമ്മുടെ കുട്ടിക്കാലം അവസാനിച്ചത് എന്നാണ് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നാട്ടിലെ ഒരു മൈതാനത്ത് അടുത്ത ദിവസം കാണാമെന്ന് പറഞ്ഞ് വീട്ടിലേക്ക് പോരാറുള്ള നമ്മൾ ഏതോ ഒരു ദിവസം മുതൽ അങ്ങോട്ട് പോകാതെയായി. അത് ഇന്ന് മുതലാണെന്ന് നിങ്ങൾ ഓർമ്മിക്കുമോ? കുട്ടിക്കാലത്തെക്കുറിച്ചൊരു പ്രസിദ്ധ വാചകമുണ്ട്. അതിങ്ങനെയാണ്: എല്ലാ മുതിർന്ന മനുഷ്യരും ഒരു കാലത്ത് കുട്ടികളായിരുന്നു, എന്നാൽ ചിലർ മാത്രമേ അത് ഓർമ്മിക്കാറുള്ളൂ. നമ്മളെല്ലാവരുടെയും ഉള്ളിൽ എപ്പോഴും ഒരു കുട്ടി ബാക്കിയുണ്ട്. കുട്ടി ചില സമയത്തൊക്കെ ആ കുട്ടി എഴുന്നേറ്റ് വരും. ആ കുട്ടിയെ മറന്നു കളയുക എന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങളെ തന്നെ മറക്കുന്നു എന്നതിന് തുല്യമാണ്. നമ്മളൊരു കുട്ടിയായിരുന്നു എന്നോർത്താൽ ഇന്ന് നമ്മൾ നേരിടുന്ന പല പ്രശ്നങ്ങളെക്കുറിച്ചും ഒരു നേരത്തേക്കെങ്കിലും മറക്കാൻ നമുക്ക് കഴിയും, സമാധാനത്തോടെ ജീവിക്കാൻ പറ്റും. എല്ലാം നിഷ്കളങ്കതയോടെ കണ്ട ഒരു നല്ല ബാല്യം നമുക്കുണ്ടായിരുന്നു. ആ ബാല്യം കുരിശേറിയ ബാല്യമാണെങ്കിൽ പോലും ആ ബാല്യത്തെക്കുറിച്ച് നമ്മൾ വിസ്മരിക്കാൻ പാടില്ല. ജീവിതകാലം മുഴുവൻ മനസ്സിൽ ആ പഴയ കുട്ടിയെ കൊണ്ടു നടക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. കാരണം ഈ കുട്ടിത്തം അല്ലെങ്കിൽ ബാല്യകാലം എന്ന് പറയുന്നത് നിഷ്കളങ്കതയുടെ ബാല്യമാണ്, കളങ്കരഹിതമായ ഒരു കാലം. ആ കാലം നിങ്ങളുടെ ഉള്ളിൽ ജീവിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് ഈ നല്ല ഞായറാഴ്ചയിൽ നമ്മൾ മറ്റുള്ള വാർത്തകളിലേക്ക് കടക്കുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.